നമസ്കാരം. നിയമസഭാ ഇലക്ഷന് 2.5 മാസമാണ് ബാക്കി. 10 വർഷത്തെ LDF ഭരണം അവസാനിപ്പിച്ച് ജനങ്ങൾ UDFനെ അധികാരത്തിലെത്തിക്കുമെന്നത് ഉറപ്പാണ്. പരസ്യത്തിലും വെറും തള്ളലുകളിലും മാത്രമായി ഒതുങ്ങിയ ഒരു സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കാത്തിരിക്കുന്നു എന്നതാണ് സത്യം. നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള ജയപരാജയങ്ങളായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. കേരളത്തിലെ പരമ്പരാഗത മുന്നണികളായ UDFും LDFും മാറി മാറി വന്ന കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 12ഓളം MLA ഉണ്ടാകും എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന രാഷ്ട്രീയ മാറ്റമായിരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റ് BJP വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 21 ഇടങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തത് രാഷ്ട്രീയ മാറ്റത്തിന്റെ കാഹളം തന്നെയാണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക, തൃശൂർ, ഒല്ലൂർ, മണലൂർ, പാലക്കാട്, മലമ്പുഴ എന്നീ മണ്ഡലങ്ങളിലാണ് 2024 BJP 1ാം സ്ഥാനത്തെത്തിയത്. 30,000 വോട്ടുകൾക്ക് മുകളിൽ BJP നേടിയ 38 മണ്ഡലങ്ങളിലെ BJPയുടെ ശക്തി, പലയിടങ്ങളിലുമുള്ള വിജയ സാധ്യത, ഇതിന്റെയൊക്കെ പൂർണ്ണ വിവരങ്ങൾ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകിക്കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനമായ അനന്തപുരി ഏകപക്ഷീയമായി BJP നേടിയത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ സ്ഫോടനങ്ങളുടെ തുടക്കമാണ്. കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ അമിത്ഷായുടെ നേരിട്ടുള്ള ഇടപെടലുകളും RSS നേതൃത്വം നിയമസഭാ ഇലക്ഷന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് വ്യക്തമായ ലക്ഷ്യങ്ങളോട് തന്നെയാണ്. കലികാല വരദനായ അയ്യപ്പസ്വാമിയുടെ സർവസ്വത്തുക്കളും കൊള്ളയടിച്ച മുൻ ഇടത് MLAയും സർക്കാർ നിയോഗിച്ച ദേവസ്വം അധികാരികളും മുഴുവനും ജയിലിലാണ്. ഈ വൻ മോഷണത്തിൽ ഇടതുപക്ഷത്തുള്ള ദൈവവിശ്വാസികൾക്ക് വലിയ അമർഷമുണ്ട്. അതൊക്കെയും ഇടതുപക്ഷത്തിനെതിരായ വോട്ടായി BJPയിലേക്ക് ഒഴുകിയെത്തിയാൽ കേരള നിയമസഭയിലേക്കുള്ള BJP MLAമാരുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും. മുസ്ലിം ലീഗിന്റെ കക്ഷത്താണ് കോൺഗ്രസിന്റെ തല ഇരിക്കുന്നത് എന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കൂടുതൽ വ്യക്തമാവുകയാണ്. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഒരു ഇസ്ലാമിക ശക്തിയായി മുസ്ലിം ലീഗ് മാറുന്നതും കോൺഗ്രസ് അനുഭാവികളായ ഹിന്ദുക്കളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. NSS, SNDP എന്നീ പ്രബല സമുദായ സംഘടന അംഗങ്ങളും നിരവധി മുന്നോക്ക സംഘടനകളും ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആത്മീയ കൂട്ടായ്മകളുടെയും പിന്തുണ BJPക്ക് നേടാൻ സാധിച്ചാൽ അനന്തപുരിയിലെ BJP ഓഫീസായ മാറാർ ഭവനിൽ പ്രത്യേകമായി നിർമ്മിച്ച മുഖ്യമന്ത്രി ക്യാബിന്റെ കസേരയിലിരിക്കാൻ BJPയുടെ പ്രതിനിധി എത്തുന്ന കാലം വിദൂരമല്ല.